വിജയന്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമ പല കാരണങ്ങൾ കൊണ്ടും സിനിമ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷെ ഇതൊരു സ്പെഷ്യൽ സങ്കടം. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചത് ആരാന്ന് ഞാൻ ചോദിച്ചപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇടിക്കാൻ തോന്നി. അപ്പൊ അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിലൂടെ അതങ്ങ് അവസാനിക്കില്ല. കാരണം വിജയന്റെ പടം ഇഷ്ടപ്പെടുന്ന പ്രശ്നം, കാരണം വിജയൻ 2 പടം അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പണ്ടുപോലെ കേൾക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നാ പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഉണ്ട് മനുഷ്യൻ. നമുക്ക് ഭയങ്കര ഇപ്പം മാഷിന്റെ അടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിന്റെ ഷോസ് എല്ലാം പോലെ നമ്മൾ കേട്ട ആ മനുഷ്യന്റെ കൂടെ അദ്ദേഹത്തിന്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹത്തിന്റെ ആഗ്രഹമായ, അദ്ദേഹത്തിന് ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിന്റെ ഫംഗ്ഷനൊക്കെ പോകണം അവിടെ വരെ എന്ന് പറയും. പക്ഷെ വിജയേട്ടൻ ഈ വിളിച്ചില്ലേലും ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, എന്നാ പറയുന്ന ഒരു സ്നേഹം. അപ്പൊ തീർച്ചയായിട്ടും ഭീഷ്മർക്കന്റെ എല്ലാവരുടെ ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അറിഞ്ഞതനുസരിച്ചിട്ട് പടം വളരെ രസകരമായ, നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ് പാട്ടും തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാന്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നത്. ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഫ്രഷാണ്. ദിലീപ് പോലും അന്നപ്പെട്ടുകൂടി ഈ വെപ്പ പഠിച്ചതേ. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈൻസ് ആണെങ്കിലും ഡിജിറ്റൈസ് നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നു. നമുക്കൊരു ഇഷ്ടം തോന്നും. ഇനി നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കണ്ണിലെ കിടക്കാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക്കും. വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ സാധാരണ ഇപ്പൊ എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിൽ ഉണ്ടാവും. എന്റെ റോൾ എടുക്കാമെന്ന് ആരും വിചാരിക്കണ്ട. അപ്പൊ ഒരിക്കൽ കൂടി ഭീഷ്മർക്ക്, വിജയേട്ടന് എല്ലാവരും നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത്, സന്തോഷം.